Hi guys, welcome to Simply Sri. Guys, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ഒത്തിരി ഫ്രഷ് പ്രോഡക്റ്റും വെച്ച് യൂസ് ചെയ്യുന്ന ഒരു കുഞ്ഞു കോഫി ഷോപ്പിലോട്ടാണ് ഇന്നത്തെ നമ്മുടെ സന്ദർശനം. ഗൈസ്, ഞാനിപ്പോൾ ഇരിക്കുന്നത് സിറ്റിസൺ ഷോപ്പിലെ കഫേ ഷോപ്പിലെ ഓണറിന്റെ കൂടെയാണ്. നമ്മുടെ ബിബിൽ ചേട്ടനാണ് ഇതിന്റെ ഓണർ. ഹായ് ബിബിൽ ചേട്ടാ. ബിബിൽ ചേട്ടന്റെ പേര് ശരിക്കും ബിബിൽ അല്ലേ? ബിബിൽ എന്നാണ് ചേട്ടന്റെ പേര്. എത്ര നാളായി ചേട്ടാ ഈ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട്? റീസണായിട്ടൊരു 5 മാസം അടുത്താകുന്നു. 5 മാസം. 5 മാസം അടുത്താകുന്നു. എങ്ങനെയുണ്ട്? സ്റ്റാർട്ടിങ് അല്ലേ, അപ്പൊ അതിൻ്റെതായ കുറച്ച് ഇത്, ബാക്കി കുഴപ്പമൊന്നുമില്ല. ഫുഡ് ഇഷ്ടപ്പെടുന്നവർ നമുക്ക് റെഗുലർ ആയിട്ട് കസ്റ്റമർ ഉണ്ട്. എന്തൊക്കെ വെറൈറ്റി ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്? നമ്മളിപ്പം ബർഗർ, സാൻഡ്വിച്ച്, പാസ്ത, ലോഡഡ് ഫ്രൈസ്, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നുള്ളത് മോമോസ്. കുറച്ച് വെറൈറ്റി, ഒരു 7 വെറൈറ്റി 8 വെറൈറ്റിയോട് മോമോസ് ഉണ്ട്. സ്റ്റീമിനോട് ഫ്രൈഡും ഉണ്ട്. പിന്നെ ഷേക്ക്, ജ്യൂസ്, മൊജിറ്റോ, ലസ്സി, അങ്ങനെ കുറച്ച് ഐറ്റംസ്. പിന്നെ കുറച്ച് സർബത്ത് കാര്യങ്ങൾ, അങ്ങനെയൊക്കെ പാൽ സർബത്തൊക്കെ ഇല്ലേ, അതുപോലത്തെ കുറച്ച് ഐറ്റം. പിന്നെ മാംഗോ ചില്ലി എന്ന് പറയുന്ന സാധനമുണ്ട്, ഒരു റീഫ്രഷിങ് ഏജന്റ് ആണ്. കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഡിഫറെന്റ് പിന്നെ ടീ കോഫി, അതൊക്കെയാണ്. ടീ കോഫിയും അവിടെ ചിലത് പ്യൂറായിട്ടായിരിക്കും. നമുക്കൊരു മിൽക്ക് എന്ന് പറഞ്ഞാൽ മിൽക്ക് തന്നെ ആയിരിക്കും, അത് വെള്ളം ചേർക്കുന്നൊന്നുമില്ല, പ്യൂർ മിൽക്കായിട്ട് തന്നെ കൊടുക്കും. ആ രീതിയിലാണ് നമ്മളെ. എന്നാലും പർട്ടിക്കുലർ ഒരു ഷോപ്പ് എന്ന് പറയുമ്പോൾ, അതും എസ്പെഷ്യലി കഫേ ഷോപ്പ്, ഇവിടെ ഏറ്റവും പ്രത്യേകത ഉള്ള, അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും എന്താ പറയാ, വെറൈറ്റി ഐറ്റം എന്ന് പറയുന്നത് ഏതാണ്? അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ ഇത് ഒരിക്കലും ചിന്തിക്കുന്നത്. ബിക്കോസ് സംഭവം എന്ന് വെച്ചാൽ ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡും ഞാൻ വർക്ക് ചെയ്തതും ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള സാധനങ്ങളെല്ലാം എനിക്കെല്ലാം സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുണ്ട്. എല്ലാ ഐറ്റം. ഇപ്പം പാസ്ത ആണെങ്കിൽ ഒരു വൈറ്റ് സോസിലാണ് ചെയ്യുന്നത്, നമ്മൾ ലൈവാണ് അടിക്കുന്നത്. അതിനൊരു മിനിമം ഒരു 10 മിനിറ്റ് ടൈം എടുക്കും. അത് ചെയ്ത് പാല് തന്നെയാണ് ചെയ്യുന്നത്, പാലിട്ട് കുറുക്കുക, അല്ലാതെ ക്രീമിലല്ല ഞാൻ ചെയ്യുന്നത്. അപ്പം പാലിട്ട് കുറുക്കിയത് ക്രീം പരുവത്തിലാക്കി അത് റെഡിയാക്കുന്നത്. അതിന് ബേസിക്കലി നമ്മൾ പെന്നെ എന്ന് പറയുന്ന ഒരു പാസ്തയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നോർമൽ മാക്രോണി കാര്യങ്ങളല്ല, പിന്നെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുക, ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. പിന്നുള്ള ബർഗർ ആണെങ്കിലും ശരി, അതിപ്പം നമ്മളിപ്പം ഫ്രഷ് ചിക്കൻ ആണ് ചെയ്യുന്നത്. ഞാൻ തന്നെ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്ന പാറ്റി, അത് നമ്മൾ ലൈവായിട്ട് തവ ഫ്രൈ ചെയ്യുന്നു. അതിൽ തന്നെ ചീസ് കാര്യങ്ങളെല്ലാം ഒരു ഡിഫറെന്റ് മെത്തേഡാണ്. എല്ലാത്തിനും ഒരു ഡിഫറെന്റ് ആയിരിക്കും എല്ലാ ഐറ്റവും. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ആകെ ഒരു കുറച്ച് ഐറ്റംസേ ഉള്ളൂ, അതിനെല്ലാം എന്റേതായ രീതിയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാം. താങ്ക് യു. ഞാൻ ഒരു വീഡിയോയിൽ ഇങ്ങനെ കാണുകയുണ്ടായി, ഇന്റർനാഷണൽ ഷെഫിൽ നിന്നും ഈ ഒരു സിറ്റിസൺ കഫേയിലോട്ട് മാറിയത് എങ്ങനെ എന്നുള്ളൊരു, അല്ലെങ്കിൽ ലൈക്ക് ആ ഇന്റർനാഷണൽ ഷെഫിൽ നിന്നും ബ്രോ ഇതിലോട്ട് എന്താണ് വരാനുള്ള പ്രേരണ, അല്ലെങ്കിൽ അതിൽ എന്താണ് അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യം? അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് വരാനുള്ള കാരണം വെച്ചാൽ പാഷനാണ്. ഞാനത് പഠിക്കാനൊരു പാഷനാണ്, ഇത് ചെയ്യണമെന്നുള്ളതാണ്. ഞാൻ സൗദിയിലായിരുന്നു, ഞാൻ ഹോട്ടൽ മാനേജർ കോഴ്സ് പഠിച്ചതാണ്. 4 വർഷം കോഴ്സ് മംഗലാപുരമാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സൗദിയിലോട്ട് പോവാണ് ഡയറക്റ്റ്. 5 സ്റ്റാർ ഹോട്ടലൊക്കെയാണ് വർക്ക് ചെയ്തത് 2 വർഷം. പിന്നെ കൊറോണ ടൈമിലാണ് നമ്മൾ നാട്ടിൽ വന്ന. ആ ടൈമിൽ പിന്നെ അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടായി, എല്ലാം കുറച്ച് പ്രശ്നങ്ങളായി. എല്ലാവർക്കും അറിയാമല്ലോ ആ ടൈമൊക്കെ. കൊറോണ എല്ലാവർക്കും ഒരു പ്രോബ്ലം തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നു കുറച്ചു കാലം. പിന്നെ കല്യാണമൊക്കെ ആയി ബാംഗ്ലൂർ ഒരു ഹോട്ടൽ മാനേജറായിട്ട്, അസിസ്റ്റന്റ് മാനേജർ, അങ്ങനത്തെ ഇതിൽ നിൽക്കുമായിരുന്നു. ബ്രോ തനിച്ചാണോ ഷോപ്പ് നടത്തുന്നത്? ഒരിക്കലും അല്ല, ഞാനുണ്ട്, വൈഫുണ്ട്, കൊച്ചുണ്ട്, ഒരു 1.5 വയസ്സ്, പിന്നെ അളിയനുണ്ട്. വൈഫിന്റെ ബ്രദറുണ്ട്. ഞങ്ങൾ 3 പേരാണ് മെയിൻ ഇത് നോക്കുന്നത്. അതെ, തുടങ്ങിയ സമയത്തിനെ കേട്ട അപേക്ഷിച്ച് ഇപ്പൊ എങ്ങനെയുണ്ട് ബിസിനസ്? തുടങ്ങിയ സമയത്ത് അപേക്ഷിച്ച് നമ്മള് ഒരു 0-യിൽ നിന്ന് ഇറങ്ങിയത്. ഞാനിപ്പോ 0-യിലല്ല, ഞാനിപ്പോ ഒരു 1 എന്ന് പറയാമായിരിക്കും. അങ്ങനെയാണ്, കുഴപ്പമില്ല, ഇത് പോകുന്നു. പക്ഷെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇതിനെ കുറിച്ച് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇതുവരെ അങ്ങനെ ബാഡായിട്ടൊരു റിവ്യൂ ഞാൻ കേട്ടിട്ടില്ല, അറിയത്തില്ല. പലരുടെയും ടേസ്റ്റ് പലതാണ്, നമുക്ക് അതിനകത്തൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കും, അഭിപ്രായങ്ങളല്ലേ. ഇതുവരെ അങ്ങനെ റിവ്യൂ കണ്ടില്ല ആരും. താങ്ക് യു ബ്രോ.
അപ്പൊ എന്തായാലും ഗൈസ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും, ഒരു പ്രാവശ്യമല്ല, ഒത്തിരി പ്രാവശ്യം ട്രൈ ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും വന്ന് നമ്മുടെ സിറ്റിസൺ കഫേയിൽ വിപിൻ ചേട്ടനോടൊപ്പം, നമ്മുടെ ഇന്റർനാഷണൽ ഷെഫിനോടൊപ്പം തീർച്ചയായിട്ടും ഒരു ഇവിടുത്തെ ഫുഡ് ആൻഡ് സ്നാക്സ്, നമ്മുടെ ഡ്രിങ്ക്സ് ഐറ്റം, ടീ, കോഫി എല്ലാം ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു പ്രോഡക്റ്റ് എങ്കിലും ടേസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ഗൈസ്, താങ്ക് യു. താങ്ക് യു. കൂടാതെ ഇവിടെ സ്വിഗ്ഗിയും സൊമാറ്റോയും അവൈലബിൾ ആണ്. നമുക്ക് ആവശ്യാനുസരണം ഓർഡർ ചെയ്തും നമുക്ക് വരുത്താവുന്നതാണ്. ഈ ഷോപ്പിന്റെ ടൈമിംഗ് മോർണിംഗ് 11 o'clock മുതൽ മിഡ്നൈറ്റ് 1 o'clock വരെയാണ്. ഈ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടാതെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.